என்ன? എനിക്ക് എഴുതാൻ അറിയോ? எழுத தெரியுமே. ഇത് പിടിച്ച്. எதுக்கு பாரு? എഴുതാൻ. என்ன எழுதணும்? കൂടുതൽ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട. ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. சரி. പ്രിയപ്പെട്ട മന്ത്രിക്ക്. മന്ത്രിക്കാ? ആമാ. ശരി சொல்லு. പ്രിയപ്പെട്ട മന്ത്രിക്ക് കുട്ടികൾ തരുന്ന നിർദ്ദേശങ്ങൾ. 1. ആന്റി ആന്റി എഴുതുന്നില്ലേ? നീ முதல்ல சொல்லு பாரு, அதுக்கப்புறம் நான் எழுதுறேன். ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഹോംവർക്ക്, വെള്ളിയാഴ്ച പാടില്ല. രണ്ടാമത്തത്, ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ ക്ലാസ് ഉള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം അവധി. പിന്നെ മൂന്നാമത്തത്, പിള്ളേരുടെ അടുത്ത് ഒന്നും ചോദ്യം ചോദിക്കാൻ പാടില്ല. നാലാമത്തത്, ഓരോ പീരീഡ് കഴിയുമ്പോഴും കളിക്കാൻ അരമണിക്കൂർ വെച്ച് സമയം തരണം. പിന്നെ അഞ്ചാമത്തത്, ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുന്ന കുട്ടികളെ ടീച്ചർമാരെ എണ്ണിപ്പിക്കരുത്. പിന്നെ അടുത്തത്, 10 മണിക്ക് ക്ലാസ് തുടങ്ങാം, 12 മണിയാകുമ്പോഴത്തേക്ക് വിടുക. ശരി പാറു, ഇതെല്ലാം എതുക്ക് എഴുതണോ? അത് ടീച്ചറാ പറഞ്ഞത്. ടീച്ചർ എന്നെ சொன்னாங்க? ടീച്ചർ പറഞ്ഞേ പഠിത്തത്തിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിലേ അത് എഴുതി കൊടുക്കാൻ പറഞ്ഞു. அது உங்ககிட்ட தானே எழுத சொன்னாங்க. அப்படினா நீ தானே அதெல்லாம் எழுதணும். അത് അങ്ങനല്ല ആന്റി. പിന്നെ നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എഴുതാമല്ലോ. ഞാനിപ്പോ ആ നിർദ്ദേശം ആന്റിക്ക് പറഞ്ഞു തന്നു, ആന്റി എഴുതി എനിക്ക് തരും. ഓ அப்படி. சரி, அப்படினா ആന്റി എഴുതി കൊടുക്കறேன். ആന്റി ഇനിയും കുറെ നിർദ്ദേശങ്ങളുണ്ട്. ആന്റി ഫസ്റ്റ് ഇത് എഴുതു. சரி பாரு. ആന്റി ഫസ്റ്റ് എഴുതാൻ പോണ്. டேய் இவ சொல்றா. ഇവരുടെ അടുത്തൊന്നും പറയണ്ട. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല എന്റെ പുറകെ നടക്കാൻ. എക്സാക്ട്ലി കേശു, നിനക്ക് വേറെ പണിയൊന്നും ഇല്ല കൊച്ചിന്റെ പുറകെ നടക്കാനായിട്ട്. എന്റെ പണിയൊക്കെ പോടാ. എന്ത് മക്കളെ പ്രശ്നം? ചേച്ചിയോട് പറ, ചേച്ചി സോൾവ് ചെയ്ത് തരാം. എന്താണ്? നിങ്ങക്ക് രണ്ടുപേർക്കും ഇവിടുന്ന് പോവാൻ പറ്റുമോ? ഓഹോ, തുടക്കത്തിലെ അപമാനം. കേശു കമോൺ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ഇന്ന് എന്താണ് പരിപാടി? മീറ്റിംഗ് വിളിച്ചു കൂട്ടണ്, പേപ്പറും പേനയായിട്ട് കിടന്ന് കറങ്ങണ്. ഒരു പരിപാടിയില്ല. ചേട്ടനൊന്ന് പോവാൻ പറ്റുമോ? അമ്മച്ചമാര് നിൽക്കുമ്പോ നിക്കണോ? ഒരു പരിപാടിയില്ല, ചേട്ടനൊന്ന് പോവാൻ പറ്റുമോ? ഇല്ലടേ നില്ലേ, എടുത്തോളാം കേട്ടാ. പറയരുത്. ആന്റി ഇവിടെ നിന്നാ ശരിയാവത്തില്ല. ആന്റി അവിടെ പോയിരുന്ന് എഴുത്, ഞാൻ റൂമിൽ കാണും. ശരി. പാറു എഴുതിയാച്ചു. താങ്ക് യു ആന്റി. ഇതേത് ഭാഷ? തമിഴ്. തമിഴോ? ആന്റി എനിക്ക് തമിഴല്ല വേണ്ടത്, മലയാളമാ. என்ன பாரு இது? எனக்கு மலையாளம் எழுதவும் படிக்கவும் தெரியாதுல்ல. ஆனா எனக்கு காக்கநாடு மட்டும் தெரியும். அது எழுதவும் தெரியும், படிக்கவும் தெரியும். எங்கேயாவது போய் மாட்டிட்டுனா திரும்பி வர வேண்டாமா? ഇത് എന്റെ തെറ്റാ. ഞാൻ ആന്റി അടുത്ത് ആദ്യമേ ഇത് തരാൻ പാടില്ല. என்ன பாரு இது? உனக்கு மலையாளம் வேணும்னா நம்ம கேஸ் சாட்டுன்ட்டு சொல்லு, அவன் எழுதி கொடுப்பான். കേശവന്റെ അടുത്തൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കേശവൻ അറിഞ്ഞ പ്രശ്നവും. കേശവൻ അറിഞ്ഞ എന്തൊരു പ്രശ്നമാണ്? ഒന്നുമില്ല. ഒന്നുമില്ലേ കനാൻറ്റി? സംഭവം എന്തര്? ആന്റി പറഞ്ഞു കൊടുക്കല്ലേ. കനാൻറ്റി പറ 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 പറ. ആന്റിക്ക് അടുക്കള ജോലിയില്ല. ആന്റി അങ്ങോട്ട് പോ. ആന്റി പോ പോ പോ. ഓ ആന്റി. ഞാൻ പോറேன். മക്കളെ എന്താ? ഒന്നുമില്ല ഏട്ടാ, വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ സമയമായി. ചേട്ടന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ചേട്ടൻ വലിയ വിദ്യാർത്ഥിയാ. ചേട്ടൻ പോവാൻ നോക്ക്. ചേട്ടൻ പോണടി. വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ പോകും. നീ ഇത് ഞാൻ എന്ത് ചെയ്യും? തിരക്കിലാണോ? എന്ത് തിരക്ക് പാറൂസേ? ഒരു തിരക്കുമില്ല. അളിയാ, എനിക്ക് അളിയന് ഒരു കാര്യം എഴുതി തരണം. എന്ത് കാര്യം എഴുതി തരണ്ടേ? അളിയാ, അളിയൻ ആരോടും പറയത്തില്ലെന്ന് പ്രോമിസാ. പ്രോമിസ്? സീക്രട്ടാ? അത്രക്ക് സീക്രട്ടാ? എങ്കി പറ. ഇത് പിടിച്ചേ. ഞാൻ പറയുന്ന പോലെ എഴുതണേ.
എഴുതാം. ഞങ്ങൾക്ക് മന്ത്രിക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ. ആർക്ക്? മന്ത്രിക്ക്. അതിന് പാറൂസിന് മന്ത്രിയെ പരിചയമുണ്ടാ? അത് ഈ വഴി പരിചയപ്പെടണം. എന്തൊക്കെ നിർദ്ദേശങ്ങളാ മന്ത്രിക്ക് കൊടുക്കണ്ട? കേക്കട്ടെ. അത് ഏത്? ഒന്നുമില്ലടാ അളിയാ, പാറൂസിനെ എന്നെ കൊണ്ട് എന്തൊക്കെ എഴുതിപ്പിക്കണമെന്ന്. ഇല്ലടാ, എന്തോ കാര്യം സാധിച്ചെടുക്കുന്നുണ്ട്. അതാ കാര്യം സാധിച്ചെടുക്കാൻ നീ കനകാന്റിയോട്ട് അളിയനെ പിടിച്ചല്ലേ? എന്തളിയാ? ഒന്നുമില്ല, ഞാൻ അത് അളിയനോട് പറഞ്ഞു. നീ അളിയും പറയടി. പറയത്തില്ല അളിയ, പറയരുത്. എന്തൊക്കെയോ വേലത്തിലായിട്ട് ഇറങ്ങിയൊക്കെയാണ് കേട്ടോ പാറുവേ. നീ നമ്മളോട് പറ, നമ്മൾ ചെയ്തത് എന്താണ്? നിങ്ങളൊക്കെ പഠിപ്പിച്ചല്ലേ, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പഠിച്ച ആർക്കും പഠിപ്പിച്ചാവാൻ പറ്റും, അത് നിനക്കും പറ്റും.